അതെ, സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ പണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് എന്ന് സങ്കല്പിക്കേ. ഒരു പേഴ്സൺ ആണ് എങ്കിൽ അയാളും നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും പറയും, എന്തിനാ പണം, സ്നേഹല്ലേ വലുത്. ശരിയാണ്, സ്നേഹമാണ് വലുത്, സ്നേഹം തന്നെയാണ് വലുത്. സ്നേഹം വില മതിക്കാനാവാത്തതാണ്. പക്ഷെ നമുക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ, നമ്മുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പണം ആവശ്യമല്ലേ. എന്ന് കരുതി ഞാൻ പണത്തെ പ്രൊമോഷൻ ചെയ്യാനോ പണത്തിന്റെ പുറകെ പായാനോ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ചില ആളുകൾക്ക് പണത്തെ പേടിയാ. പണം വന്നാൽ പ്രോബ്ലം വരും, പണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ പേടിക്കുന്ന ആളുകളുടെ അടുത്ത് പണം നിൽക്കില്ല, പണം ഓടിപ്പോവും. ചില ആളുകൾ എന്നാലോ എല്ലാറ്റിനും പണമാണ് വലുത് എന്ന് വിചാരിക്കുന്നത്, സന്തോഷത്തിന്റെ അടിസ്ഥാനം തന്നെ പണമാണ് എന്ന് വിചാരിക്കുന്നത്, അതൊരു സുഖമില്ലാത്തൊരു അറ്റാച്ച്മെന്റ് അല്ലേ. അപ്പൊ നമുക്ക് മനുഷ്യനും ബന്ധങ്ങൾക്കും ഒരു വാല്യൂ ഇല്ലാത്ത ഒരവസ്ഥയായി മാറും. പക്ഷെ ചില ആളുകൾക്ക് ഉണ്ടല്ലോ പണം ആവശ്യമുണ്ട്, പക്ഷെ പണം സമ്പാദിക്കുന്നത് എന്തോ വലിയ കുറ്റം ചെയ്യണ പോലത്തെ ഒരു കുറ്റബോധം ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പണം വേണം താനും, എന്നാ പണം ഉണ്ടാക്കുന്നവരെയും ഉണ്ടാക്കുന്നതും ഒക്കെ തെറ്റായിട്ടൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പണം നിൽക്കില്ല. പക്ഷെ വേറൊരു കൂട്ടം ആളുകളുണ്ട്, പണത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അവരെ അതിനെ കൃത്യമായിട്ട് അതിനോടൊരു സ്നേഹമുണ്ട്, റെസ്പെക്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവരതിന് പുറകെ പോകല്ല ചെയ്യുന്നത്. പകരം സ്വയം പഠിക്കാന്, നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാന്, അതുപോലെ നമ്മൾക്കുള്ള വാല്യൂസിനെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരോടൊപ്പം, അവർ വളരുന്നതോടൊപ്പം പണം കൂടി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, ഇതുവരെ നിങ്ങൾ എന്താണ് പണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, അത് ശരിയായിരുന്നോ? അല്ലെങ്കിൽ ഇനി അതിനെന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ പണത്തെ സ്നേഹിക്കണമോ? പണം അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സ്നേഹിച്ചാൽ കൂടെ പോരും എന്ന് പറയുന്നതല്ല അതിനർത്ഥം. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ട്, ഒരു സ്കില്ലുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, ഒരു പേഷ്യൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒക്കെ പിന്നിൽ വേണ്ടി ഒരു പണിയെടുത്താൽ മാത്രമാണ് പണം നമ്മളോട് കൂടെ വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പണം നമ്മളുടെ കൂടെ എങ്ങനെ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ചിന്തയിൽ, ഒരു ബന്ധത്തിൽ ഒരു മാറ്റം വരുത്തിയപ്പോൾ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, ചിലപ്പോൾ മാറിയാലോ.